അഡ്വക്കേറ്റ് മിനി മാഡം, നമസ്കാരം. മാഡം, ഈ സത്യസന്ധമായി വാർത്തകൾ വിളിച്ചു പറയുന്ന, നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരാൾക്ക് ഇവിടെ നിലനിൽപ്പില്ല അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഷാജൻ സ്കറിയക്കെതിരെ ഉണ്ടായ അതിക്രമം, അതായത് ഡിവൈഎഫ്ഐ തന്നെ അതിക്രമം നടത്തിയവരുടെ പേരൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, അവരെ AKG സെന്ററിൽ അവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്, CPM-ന്റെ ഒരു വലിയ നേതാവ് ഇതിന്റെ പിന്നിലുണ്ട് എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ മറുനാടൻ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ ഈ ഷാജൻ സ്കറിയെ തല്ലിയത് കേരളത്തിലെ മുഴുവൻ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരു താക്കീതാണ്. ഷാജൻ സ്കറിയെ തല്ലാൻ പാടില്ല. ഷാജൻ സ്കറിയെ മാത്രമല്ല, മാധ്യമപ്രവർത്തകരെ ഹാൻഡിൽ ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് കരുതുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആരെയും തല്ലിയല്ലല്ലോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, ഒരു ആശയസംവാദവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. പക്ഷെ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെയിൻ സ്ട്രീം മാധ്യമപ്രവർത്തകർ ജേർണലിസ്റ്റുകളായിട്ടുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ച് അവർ ഒരു മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അവരെ പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ലെസൺ ഉണ്ട്. അതിൽ നിങ്ങൾ ഒരാൾക്കെതിരെ വാർത്ത ചെയ്യുമ്പോൾ എതിർപക്ഷത്തിന്, ഞാനിപ്പോൾ ഒരു വാർത്ത താങ്കളുടെ അടുത്ത് വന്ന് പറയുന്നു, ആ വാർത്ത താങ്കൾ വൺ സൈഡഡ് ആയിട്ട് ചെയ്യാൻ പാടില്ല. ഒരു ഫ്രഷ് വാർത്ത കൊടുക്കുമ്പോൾ ഒരാൾക്കെതിരെ അലിഗേഷനായിട്ട് വരുമ്പോൾ അത് കൃത്യമായും എതിർ സൈഡിനെ കൂടി കേൾക്കുകയും എതിർ സൈഡിന് പറയാനുള്ളതും കൂടി കേട്ടിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കുക എന്നുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു എത്തിക്സ് അതിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഉണ്ട്. ഷാജൻ സ്കറിയ പലപ്പോഴും വ്യക്തിഗതമായും ഏകപക്ഷീയമായിട്ടുമാണ് വാർത്തകൾ പറയുന്നത്. അത് ഷാർപ്പായിട്ടും പറയും. അത് മാത്രമല്ല, എതിർ സൈഡിൻ്റെ ഒരു കാര്യം പോലും ഷാജൻ സ്കറിയ പറയാറില്ല. അപ്പോൾ അത് ഷാജൻ സ്കറിയ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഷാജൻ സ്കറിയയെ സംബന്ധിച്ച് ഇന്ന് ഷാജൻ സ്കറിയയുടെ ഈ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അഗ്രസീവായിട്ടുള്ള ആളുടെ ഇടപെടലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ വ്യൂവേഴ്സുള്ള, സബ്സ്ക്രൈബേഴ്സുള്ള ചാനലായിട്ട് ഈ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ സാധനം മാറിയിട്ടുണ്ട്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ വലിയ രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഉത്തരവാദിത്വം കൂടുകയാണ്. അയാൾ ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് ആ വാർത്തയിലെ വസ്തുത മനസ്സിലാക്കി ആ വസ്തുതാപരമായി പറയുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യം. പല വാർത്തകളും ഷാജൻ സ്കറിയ ഞാൻ കണ്ടിട്ടുള്ളത് വസ്തുതകൾ അന്വേഷിക്കാതെ ചിലപ്പോഴൊക്കെ പറയും. അത് ഷാജൻ സ്കറിയ തിരുത്തേണ്ടതാണ് എന്ന് കരുതി അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അയാളെ തല്ലുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയുമല്ല. അങ്ങനെ തല്ലിയത് ഒരിക്കലും തല്ലുന്ന ആളുകൾക്ക് ഗുണകരമായി മാറില്ല എന്ന് മാത്രമല്ല, അവർ എന്തിനു വേണ്ടിയാണോ തല്ലിയത് അത് അവർക്ക് നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ ഷാജൻ സ്കറിയ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ സീനൊക്കെ എല്ലാ ഈ യൂട്യൂബ് ചാനലുകളും ചെറിയ ചെറിയ ചാനലുകളുണ്ടല്ലോ എല്ലാവരും അത് കാണിക്കുന്നു. ഷാജൻ സ്കറിയയ്ക്ക് ഭയങ്കരമായിട്ട് മൈലേജ് കൂടുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരാൾക്ക് തല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു സൊസൈറ്റിയിലും തല്ല് കിട്ടുന്നവനാണ് ഹീറോ ആയി മാറുന്നത്, തല്ലുന്നവനൊന്നുമല്ല. അത് നമ്മൾ വിചാരിക്കും തല്ലി നിൽക്കുന്നവനാണ് ഹീറോ ആയി മാറുന്നത്. അല്ല, തല്ല് കിട്ടുന്നവന് സഹതാപത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു സപ്പോർട്ട് തല്ല് കിട്ടുന്നതിന് വരും. പിന്നെ ആ വിഷയവും അതിനേക്കാൾ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഈ കേരള സർക്കാരിൻ്റെ പോലീസ് തന്നെ ഷാജൻ സ്കറിയക്കെതിരായിട്ട് എത്ര കേസെടുത്ത്, എത്ര പ്രാവശ്യം അദ്ദേഹത്തിന് അകത്തിട്ട്. പക്ഷെ അതൊക്കെ ഷാജൻ സ്കറിയയുടെ വ്യൂവേഴ്സിനെ കൂട്ടിയിട്ടേ ഉള്ളൂ, അതല്ലാതെ അയാളുടെ വ്യൂവേഴ്സിനെ കുറച്ചിട്ടില്ല. പൂർണ്ണമായും ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ പ്രത്യേകിച്ച് ഷാജൻ സ്കറിയ ശ്രമിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം അതിൽ പറയാനുള്ളത്, ഈ സർക്കാരുകളാവുമ്പോൾ സർക്കാരിനെതിരായിട്ട്, അത് LDF ആയാലും UDF ആയാലും BJP ആയാലും സർക്കാരുകൾക്കെതിരായിട്ടായിരിക്കും വാർത്തകൾ വരിക. കാരണം ഒരു സർക്കാർ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തന്നെയാണല്ലോ എല്ലാവരും വാർത്തകൾ ചെയ്യുന്നത്. അല്ലാതെ സർക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുക്കില്ല. ആ വാർത്തകൾക്ക് പ്രത്യേകിച്ച് എന്തുകൊണ്ട് പിണറായി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യങ്ങൾ പിണറായി സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ പാർട്ടിക്ക്, CPM-നോ CPI-ക്കോ അത് ഈ സംസ്ഥാനത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ജനങ്ങൾ കാര്യമായി എടുക്കുകയുമില്ല. പക്ഷെ അതിനെതിരായിട്ട് വരുന്ന ഒരു വാർത്തയെ ജനങ്ങൾ ക്യാപ്ചർ ചെയ്യും. അതുകൊണ്ടാണ് ഷാജൻ സ്കറിയ ഒരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ, ഒരു യൂട്യൂബ് മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ അങ്ങേര് ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും വലിയ രീതിയിൽ കൂടുകയും ചെയ്യുന്നത്. വാർത്ത എങ്ങനെ ഉണ്ടാക്കണം, ആ വാർത്ത എങ്ങനെ അദ്ദേഹം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ചെയ്യുന്ന വാർത്തകളെ സംബന്ധിച്ച് ഭയങ്കര വ്യൂവേഴ്സാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം ചെയ്ത ഒരു കാര്യവുമായി ബന്ധം. അപ്പോൾ വ്യൂവേഴ്സ് അങ്ങനെ കൂടുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകനായിട്ട് സ്വയം മാറുകയും എതിർപക്ഷത്തെ കൂടി കേൾക്കുന്നതിനുള്ള
അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി പറയാനായിട്ടുള്ള ഒരു മര്യാദ കാണിക്കുക തന്നെ വേണം. അതായത് പക്ഷെ എന്ന് കരുതി ഞാനത് പറഞ്ഞു പൂർത്തീകരിക്കുന്ന വെച്ചാൽ എന്ന് കരുതി തല്ലിയതിനെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. തല്ലിയത് വഴി ആൾ ഹീറോ ആയി മാറിയിരിക്കുകയാണ്. ഒരു തല്ല് കിട്ടേണ്ടിയിരുന്നു ഷാജൻ സ്കറിയക്ക് എന്നാണോ ഞാൻ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെ ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ ആളുകളെ തല്ലിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജോലിയുമല്ല. ഞാനിപ്പോൾ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാനൊരു ഉത്തരം പറഞ്ഞു വെച്ചാൽ സാജൻ സ്കറിയയുടെ ചില വാർത്തകൾ വൺ സൈഡഡ് ആണ്, പലപ്പോഴും പ്രകോപനം ഉണ്ടാക്കുന്ന വാർത്തകളാണ്. അതാണ് അയാളുടെ മാധ്യമം ഇത്ര രീതിയിൽ വളരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായെന്ന് അയാൾക്കും ബോധ്യമുണ്ട്. അതായത് ഇടതുപക്ഷത്തെ ആര് പറഞ്ഞാലും ഇപ്പൊ പണ്ട് TP ചന്ദ്രശേഖർ ഇതുപോലെ ഇടതുപക്ഷത്തെ പറഞ്ഞുകൊണ്ട് മാറിയപ്പോൾ 51 വെട്ടി അദ്ദേഹത്തെ ഇന്നോവയിൽ വന്ന് തീർത്തു. ഇന്ന് ഷാജൻ സ്കറിയ ഇത്തരത്തിൽ CPM-നെതിരെ പറയുമ്പോൾ അദ്ദേഹത്തെ താർ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കയ്യേറാൻ ശ്രമിക്കുന്നു, എന്തോ ആവട്ടെ. നാളെ ഇതുപോലെ മറ്റു മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാവില്ലേ? ഷാജൻ സ്കറിയയ്ക്ക് എതിരായിട്ട് ചെയ്തപ്പോൾ ആളുകളൊന്നും പറയാത്തത്? ഇപ്പൊ റിപ്പോർട്ടർ ചാനലിലേക്ക് ഒരു യൂത്ത് കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തി അവിടെ എന്തെങ്കിലും ഒട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാം KUWG അടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി വന്നല്ലോ. അപ്പോൾ ആർക്കെതിരായിട്ട്, മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് അവർ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, റിപ്പോർട്ടർ ചാനൽ പറ്റിയ തെറ്റെന്താണെന്ന് ഞാൻ കാണുന്നത്, എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് ഒരു ശബ്ദ സന്ദേശം കൊടുക്കുമ്പോൾ ആർക്കെതിരായിട്ടും വ്യക്തികൾക്കെതിരായിട്ട് ശബ്ദ സന്ദേശം ഇന്നുണ്ടാക്കാം. AI ഉപയോഗിച്ച് എൻ്റെയും നിങ്ങളുടെയും ശബ്ദം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഒരു ശബ്ദ സന്ദേശം, അതും ആളില്ലാത്ത ശബ്ദ സന്ദേശം, ഈ കേസെടുത്തതിന് ശേഷം ആ ശബ്ദ സന്ദേശത്തിന് ബേസ് ചെയ്ത് സർക്കാർ കേസെടുക്കുക, എന്നിട്ട് ആരുടെയാണ് ഗർഭമെന്ന് അന്വേഷിച്ച് നടക്കുക. എന്തൊരു അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ഇപ്പോൾ ഷാജൻ സ്കറിയ ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വാദം കേൾക്കുന്നില്ലല്ലോ. മാങ്കൂട്ടത്തിന്റെ വിഷയം സർക്കാർ കേൾക്കേണ്ട കാര്യമില്ല. കാരണം എപ്പോഴും കേൾക്കേണ്ട കാര്യമില്ല. ഒരു പരാതി ഉണ്ടെങ്കിൽ ആരാണ് അത് കേൾക്കേണ്ടത്? പോലീസാണ് കേൾക്കേണ്ടത്. അല്ല, ഇത് പരാതി ഇല്ലാതെ തന്നെ പോലീസ് അന്വേഷിക്കുകയല്ലേ? അതെ, പരാതി ഇല്ലാതെ തന്നെ പോലീസ് അന്വേഷിക്കുന്ന ആ ശബ്ദ വായുവിൽ വന്ന ഒരു എയറിൽ വന്നു പറയില്ലേ, നിങ്ങളുടെ ഭാഷ പറഞ്ഞ എയറാണ്, എയറിൽ വന്ന ഒരു ശബ്ദ സന്ദേശത്തെ എന്ത് ചെയ്യാണ്, കേസാക്കി മാറ്റുകയും ഇത് ആരാണ് ഈ ഗർഭം എന്ന് അന്വേഷിച്ചടക്കം ചെയ്യുന്നത് വഴി സർക്കാർ. ഇപ്പൊ ഷാഫി പറമ്പിലിനെ DYFIക്കാരി തടഞ്ഞു. ആർക്കാ മൈലേജ് കിട്ടിയത്? ഷാഫിക്ക് മൈലേജ് കിട്ടി. അതുപോലെ തന്നെ ഈ CPM-കാരെല്ലാവർക്കും മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുന്നവരാണോ? അല്ല, അതല്ല പൊതുവെ ചോദിക്കുക. കാരണം വാർത്തകൾ പറയുമ്പോൾ അതിനടിയിൽ വന്ന് കമന്റ് ഇട്ട് തെറി വിളിക്കുക, അതുപോലൂടെ വൈറലാകുന്നവരുണ്ട്. ഇതുപോലെ ഇപ്പൊ ഷാജൻ സ്കറിയ നേരത്തെ പറഞ്ഞതുപോലെ മൈലേജ് കൂടുതൽ കിട്ടിയത് ഷാജൻ സ്കറിയക്കാണ്. അറിയാതിരുന്നവർ കൂടി ഷാജൻ സ്കറിയെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ CPM ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഷാഫി പറമ്പിലായാലും കോൺഗ്രസിനായാലും കുറച്ചുകൂടി, കാരണം ആളുകൾ തിരിഞ്ഞു ചോദിക്കാൻ തുടങ്ങി, ഇതിന്റെ ഇര എവിടെയാണ്, ആരാണ് നിങ്ങളെ പറഞ്ഞു വിട്ടത്, എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് അപ്പോൾ LDF-ന്റെ ഭാഗത്ത് തെറ്റുകൾ ഉള്ളപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നവരെയൊക്കെ തീർക്കാനുള്ള ശ്രമം നടത്തുന്നതാണോ നമ്മൾ ഷാജൻ സ്കറിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? LDF-ന്റെ കാര്യത്തില് ഷാജൻ സ്കറിയ ഒരു BJP സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകളും ഇടതുപക്ഷത്തിനെയും പിണറായി സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ ഷാജൻ സ്കറിയ ചെയ്തിട്ടുണ്ട്. അത് അയാളുടെ മാധ്യമ സ്വാതന്ത്ര്യമായിട്ട് കാണാൻ ഇത് കേൾക്കുന്ന ആളുകൾക്ക് കഴിയുന്നുണ്ടാവില്ല. അവർ പ്രകോപിതരാവുകയാണ്. പക്ഷെ അങ്ങനെ പ്രകോപിതരാകുമ്പോൾ യഥാർത്ഥത്തിൽ മൈലേജ് കിട്ടുന്നത് അടി കൊള്ളുന്ന ആൾക്ക് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യം.